RCBക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായിരിക്കുകയാണ്. അതുപോലെ CSK രാജസ്ഥാൻ ടീമിന് സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ IPLലെ ലേറ്റസ്റ്റ് പോയിന്റ് ടേബിളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. പ്ലേ ഓഫിൽ ആരൊക്കെ എത്തുമെന്നത് ഒരു ചോദ്യചിഹ്നമാണ്. കാരണം ഒരുവിധം എല്ലാ ടീമുകളും തുല്യരാണ്. നിലവിലിപ്പോൾ 7 ടീമിന് സാധ്യതയുണ്ട്. നിലവിൽ പോയിന്റ് ടേബിളിൽ ആദ്യത്തെ 2 സ്ഥാനത്ത് കൊൽക്കത്തയും രാജസ്ഥാനുമുണ്ട്. രണ്ടുപേരും പ്ലേ ഓഫിൽ എത്തിയിരിക്കുകയാണ്. നിലവിൽ CSK 3-ാമതും ഹൈദരാബാദ് 4-ാമതുമാണ്. ഒരു ടീമിന് പ്ലേ ഓഫിൽ എത്തണമെങ്കിൽ 16 പോയിന്റെങ്കിലും ആവശ്യമാണ്. ഇനിയൊരു പക്ഷേ 14 പോയിന്റ് ഉണ്ടെങ്കിലും പ്ലേ ഓഫിലെത്താം. അതിന് മറ്റു ടീമുകളുടെ വിജയം ആശ്രയിച്ചായിരിക്കും. ചെന്നൈക്ക് ഇനി ഒരു മാച്ച് മാത്രമേ ബാക്കിയുള്ളൂ. അതിൽ ജയിക്കുക. അപ്പോൾ അവർക്ക് 16 പോയിന്റ് നേടാൻ സാധിക്കും. ഹൈദരാബാദിന് ഇപ്പോൾ തന്നെ 14 പോയിന്റ് ഉണ്ട്. ഇനി 2 മാച്ച് ജയിച്ചാൽ അവർക്ക് 18 പോയിന്റ് ആകും. അതുകൊണ്ട് ഹൈദരാബാദ് സേഫ് ആണ്. ഇനി ചെന്നൈ ടീം അടുത്ത മാച്ചിൽ ജയിച്ചാലും അവർക്ക് പണിയുണ്ട്. കാരണം ലക്നൗ ടീമിനും 16 പോയിന്റ് നേടാൻ സാധിക്കും. അടുത്ത 2 മാച്ച് ജയിച്ചാൽ ലക്നൗ ടീമിനും 16 പോയിന്റ് കിട്ടും. ഇങ്ങനെ ടീമുകൾ ഒരേ പോയിന്റ് വരുമ്പോൾ നെറ്റ് റൺ റേറ്റ് കൂടുതൽ ആർക്കാണോ അവരായിരിക്കും കയറാൻ പോകുന്നത്. നിലവിൽ ലക്നൗ ടീമിന് -0.7 റൺ റേറ്റ്. ഇതേ സമയം CSK ടീമിന് +0 റൺ റേറ്റ്. അതുകൊണ്ട് 16 പോയിന്റ് തുല്യരായാൽ CSK ടീമായിരിക്കും പ്ലേ ഓഫിലെത്തുന്നത്. ഇനിയൊരു പക്ഷേ ലക്നൗ ടീമും ഹൈദരാബാദും വരുന്ന മത്സരങ്ങളിൽ തോൽക്കുകയാണെങ്കിൽ 4-ാമത് ഫിനിഷ് ചെയ്യുന്നൊരു ടീം 14 പോയിന്റ് ആയിരിക്കും. ഇങ്ങനെ വരുമ്പോൾ RCBക്കും ഡൽഹി ടീമിനും ചാൻസ് ഉണ്ട്. കാരണം അവർക്ക് 14 പോയിന്റ് നേടാൻ സാധിക്കും. അവസാന മാച്ച് വരെ ആര് പ്ലേ ഓഫിലെത്തുമെന്നത് പറയാൻ സാധിക്കില്ല. നിലവിൽ 2 പേരുകൾ മാത്രമേ ഉറപ്പായിട്ടുള്ളൂ. രാജസ്ഥാനും കൊൽക്കത്തയുമാണത്. അവരെ പ്ലേ ഓഫിലെത്തി. ബാക്കി 2 സ്ലോട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടി ഒരുപാട് ടീമുകൾ മത്സരിക്കുന്നുണ്ട്. രാജസ്ഥാൻ ആദ്യത്തെ 2 സ്ഥാനത്തിൽ ആയതുകൊണ്ട് അവർക്ക് പ്ലേ ഓഫിൽ 2 മാച്ച് കിട്ടും. അതുകൊണ്ട് രാജസ്ഥാന് ഈസി ആയിട്ട് ഫൈനലിലെത്താം. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.